ഹായ് മക്കളെ, തമ്പനയിൽ കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളൊരു 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിയായിരിക്കും. ഈ ഒരു വെക്കേഷൻ സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുമെന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആശയക്കുഴപ്പമുള്ളത് കൊണ്ടായിരിക്കാം. അതിനുള്ള വ്യക്തമായ മറുപടി ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണുക. ഹയർ സെക്കൻഡറി നിങ്ങളൊരു സയൻസ് സബ്ജക്റ്റാണ് എടുക്കുന്നതെങ്കിൽ പല കുട്ടികളും ധരിച്ചു വെച്ചിരിക്കുന്നത് 10ാം ക്ലാസ്സിൽ 10 സബ്ജക്റ്റാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്, എന്നാൽ ഹയർ സെക്കൻഡറി വെറും 6 സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചാൽ മതി. മാത്രമല്ല ഞങ്ങൾ പഠിച്ച അതേ സബ്ജക്റ്റുകൾ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇതൊക്കെ തന്നെയാണല്ലോ നമുക്ക് ഹയർ സെക്കൻഡറി പഠിക്കാനുള്ളത്. അതുകൊണ്ട് 10ന്റെ തുടർച്ചയായതുകൊണ്ട് തന്നെ വളരെ നിസ്സാരമായി 10ാം ക്ലാസ്സിലെ പോലെ തന്നെ +1 ക്രാക്ക് ചെയ്യാവുന്ന ഒരു ധാരണയുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു കുഴപ്പമുണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഫിസിക്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. 10ാം ക്ലാസ്സിൽ ഫിസിക്സിൽ നിങ്ങൾ 7 ചാപ്റ്ററാണ് പഠിക്കുന്നതെങ്കിൽ ഹയർ സെക്കൻഡറി നിങ്ങൾ പഠിക്കാൻ പോകുന്ന 14 ചാപ്റ്ററുകളാണ്. ഹയർ സെക്കൻഡറിയിലെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിൽ ഏകദേശം 4 ചാപ്റ്ററിന് സമമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സിലബസ് ആണ് നിങ്ങൾക്ക് കവർ ചെയ്യാനുള്ളത്. മാത്രമല്ല 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഏവരെയും പേടിപ്പിച്ചത് മാത്തമാറ്റിക്സ് എന്ന സബ്ജക്റ്റ് ആണെങ്കിൽ ഇവിടെ നേരെ കളി മാറും. ഇവിടെ നിങ്ങളെ പേടിപ്പിക്കാൻ പോകുന്നത് ഫിസിക്സ് എന്ന് പറയുന്ന കൊലകൊമ്പൻ തന്നെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഫിസിക്സിൽ മാത്തമാറ്റിക്സ് കയറി വരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു സംഗതിയാണ് ഡെറിവേഷൻ എന്ന് പറയുന്ന സംഗതി. എന്താണ് ഈ ഡെറിവേഷൻ? നിങ്ങൾക്കറിയാമോ മക്കളെ? ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം 10-50ഓളം ഡെറിവേഷൻസ് നമുക്ക് ഈ ഫിസിക്സിൽ പഠിക്കാനുണ്ട്. മാത്രമല്ല ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണോ പുസ്തകത്തിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണുന്നത്. എന്നാൽ ഹയർ സെക്കൻഡറിലോട്ട് വരുമ്പോൾ നല്ല രീതിയിൽ സബ്ജക്ട് നോളജും കണ്ടന്റ് നോളജും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് കൺസെപ്റ്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യനുമാണ്. ഇതൊക്കെ നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കം മുതൽ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിക്കാൻ അവസാനത്തെ 1 മാസം പ്രിപ്പറേഷൻ മാത്രം മതിയായിരുന്നു നമുക്ക്. എന്നാൽ ഹയർ സെക്കൻഡറിയിൽ മുഴുവൻ മാർക്ക് വാങ്ങിക്കാൻ ഈ അവസാനത്തെ 1 മാസം പ്രിപ്പറേഷൻ കൊണ്ട് സാധ്യമാകത്തില്ല. ആദ്യം മുതലേ തന്നെ വ്യക്തമായ സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹയർ സെക്കൻഡറിയിൽ മുഴുവൻ മാർക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. എങ്ങനെ ഈ ഹയർ സെക്കൻഡറി നമുക്ക് വളരെ നിസ്സാരമാക്കി മാറ്റാം? മക്കളെ, തുടക്കം മുതൽ തന്നെ നിങ്ങൾ ഓരോ സബ്ജക്റ്റിന്റെയും ബേസിക് ലെവലിൽ നിന്ന് പഠിച്ച് അതിന്റെ മുഴുവൻ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി നമുക്ക് വളരെ നിസ്സാരമായി ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനായി ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. അതാണ് നമ്മുടെ അഗ്നി ബാച്ച് എന്ന് പറയുന്നത്. 1 വർഷത്തേക്കുള്ള കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലെ നമ്പർ 1 ഫാക്കൽറ്റീസ് ആണ് അഗ്നി ബാച്ചിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്. റെക്കോർഡ് ക്ലാസ്സുകൾക്ക് പുറമെ ഡെയിലി ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷനുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നിങ്ങളെ കാത്തിരിക്കുന്നു. പിന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത് എക്സാം സീരീസ് ആണ്. ഫിസിക്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫിസിക്സിൽ 14 ചാപ്റ്ററുകളാണ് ഉള്ളത്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എക്സാം നടക്കുന്നതാണ്. അങ്ങനെ 14 ചാപ്റ്റർ വൈസ് എക്സാം. മാത്രമല്ല ഫിസിക്സിനെ നമ്മൾ 4 മൊഡ്യൂളായിട്ട് ക്ലാസിഫൈ. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും ഓരോ എക്സാം വീതം 4 മൊഡ്യൂൾ എക്സാം. പിന്നെ മോഡൽ എക്സാം, 3 മോഡൽ എക്സാമുകൾ ഓണത്തിനും ക്രിസ്മസിനും അതേപോലെ തന്നെ ഫൈനൽ എക്സാമിന് മുന്നോടിയായിട്ട് നടക്കുന്ന മോഡൽ എക്സാം. അങ്ങനെ ടോട്ടലി നമ്മൾ ഫിസിക്സിന്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ 21 എക്സാമുകളാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. ഈ 21 എക്സാമിന് ശേഷമാണ് നിങ്ങൾ പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്രമേൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടായിരിക്കും എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറിയും നമുക്ക് സിമ്പിൾ ആക്കി പഠിച്ച് കീഴ്പ്പെടുത്താൻ പറ്റും നമ്മുടെ അഗ്നി ബാച്ചിലൂടെ. അപ്പോൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.